ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റേതും ബേബിയുടെ ബാഗും പാക്ക് ചെയ്യുന്നുണ്ട്. രണ്ട് സെപ്പറേറ്റ് ആണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. കൂടുതൽ എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. വാങ്ങിയതും കൂടുതലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മീഷോയിൽ നിന്നൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ എന്തൊക്കെയാണ് പാക്ക് ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കായിട്ട് എന്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് നോക്കാം. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇടാനായിട്ട് ഞാനൊരു 3 സെറ്റ് നൈറ്റിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സെറ്റ് നൈറ്റ് ഡ്രസ്സും എടുത്തിട്ടുണ്ട്. 2 നൈറ്റി ഫുൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇത് രണ്ടും ഒരു കോംബോ ആയിട്ട് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല കോട്ടൺ നൈറ്റിയാണ്. അതുപോലെ നല്ല കട്ടിയൊക്കെ ഉണ്ട്. നല്ല റീസണബിൾ പ്രൈസിലുമാണ് കിട്ടിയിരുന്നത്. അതുപോലെ ഈ ഫ്രോക്ക് നൈറ്റി നമ്മൾ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. ചുവപ്പും നീലയും ഞാൻ ഒരുമിച്ച് കോംബോയിൽ വാങ്ങിച്ചതാണ്. അത് മീഷോയിൽ നിന്നാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു, എന്നാലും മറ്റ് സൈറ്റുകളെ അപേക്ഷിച്ച് അതും കുറവായിരുന്നു. പിന്നെ 2 നൈറ്റ് ഡ്രസ്സ്. അതിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ്. രണ്ടാമത് കാണിച്ചാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അത് നല്ല പെയിൻറ്റ്സിനൊക്കെ നല്ല ലെങ്ത് ഉണ്ട്. ആദ്യം കാണിച്ചതിനേക്കാളും ലെങ്ത്തും ഉണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് തുണിയാണ്. അപ്പോൾ നൈറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ XL സൈസാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല അത്യാവശ്യം വണ്ണവും കൈക്കൊക്കെ നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇടാനും നല്ല കംഫർട്ടായിരുന്നു. അത്യാവശ്യം കട്ടിയുള്ള കോട്ടൺ തുണി തന്നെയാണ്. അങ്ങനെ വലിയ ചൂടൊന്നും എടുക്കുന്ന ടൈപ്പല്ല. ഞാൻ ഒരിക്കൽ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ 2 കളറും കൊള്ളായിരുന്നു. ഇത് രണ്ടും കൂടി ഏകദേശം 500 സംതിങ്ങിലാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ നൈറ്റി വാഷ് ചെയ്യുമ്പോൾ കളറ് പോകുന്നുണ്ടായിരുന്നു. ഈ നൈറ്റ് ഡ്രസ്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത് ഡെലിവറിക്ക് ശേഷം ഇടുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ വയറിൻ്റെ ഭാഗത്ത് ചെറിയ ടൈറ്റ്നെസ് ഉണ്ട്. പക്ഷേ ക്ലോത്തൊക്കെ നല്ലതായിരുന്നു. അഫോർഡബിൾ ആയിരുന്നു. അണ്ടർ സ്കർട്ട് 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് വാങ്ങിക്കാനും നിന്നില്ല. പിന്നെ ഇന്നേഴ്സായിട്ട് നഴ്സിംഗ് ബ്രാ ഒരു 3 എണ്ണമാണ് വാങ്ങിയിട്ടുള്ളത്. അതൊരു കോംബോ ആയിട്ടാണ് വാങ്ങിച്ചത്. അതും മീഷോയിൽ നിന്ന് തന്നെയായിരുന്നു. ക്ലോത്തൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ തന്നെയാണ്. പ്രൈസ് 3 എണ്ണത്തിനും കൂടി ബിലോ 200 ആയിട്ടുള്ളൂ. അപ്പോൾ അത് വർത്താണെന്ന് എനിക്ക് തോന്നി. പിന്നെ കുറച്ച് പാൻറ്റീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് ഇപ്പോൾ 2 എണ്ണമാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. മഴ ആയതുകൊണ്ട് കൂടുതൽ ബെഡ്ഷീറ്റ് കരുതണം. ഒരു 4-5 എണ്ണമെങ്കിലും എടുത്ത് വയ്ക്കണം. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ തോർത്തൊരു 4 സെറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇടാനുള്ള ഒരു ടോപ്പാണ്. ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. ഇത് ഞാൻ പുറത്ത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ മെറ്റേണിറ്റി പേഡാണ്. മെറ്റേണിറ്റി പേഡും മെറ്റേണിറ്റി പാൻറ്റീസും വാങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും ന്യൂമമിൻ്റെ തന്നെയാണ്. പേഡ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഞാൻ മാക്സിമം സൈസാണ് വാങ്ങിച്ചിട്ടുള്ളത്. പാൻറ്റീസ് ആണെങ്കിൽ ഞാൻ ലാർജ് സൈസാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ പേരും ഈ ന്യൂമമിൻ്റെ മെറ്റേണിറ്റി പേഡിനെ കുറിച്ചാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതിന് പശ വളരെ കുറവാണ്. അപ്പോൾ ഇളകി പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പാൻറ്റീസ് ലാർജ് തന്നെ വാങ്ങിച്ചത്. അപ്പോൾ ടൈറ്റ് ആയിട്ട് കിടക്കുമല്ലോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ വളരെ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഞാൻ ന്യൂയുടെ കുറച്ച് പേഡ്സ് വാങ്ങിച്ചായിരുന്നു. ഇത് മെറ്റേണിറ്റി പേഡാണെന്ന് കരുതിയാണ് വാങ്ങിച്ചത്. പക്ഷേ നോർമലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. അത് 3XL സൈസാണ്. അപ്പോൾ അത് മതിയാകുമെന്ന് കരുതുന്നു. പിന്നെ സ്കിൻ കെയറിന് വേണ്ടതും അതുപോലെ ഹെയർ അക്സസറീസുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡെലിവറിക്ക് ശേഷം ഭയങ്കര നമ്മുടെ ബോഡിയൊക്കെ ഭയങ്കര ഡ്രൈ ആകുമെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടു. അതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. പിന്നെ ഫേസ് വാഷ്, പിന്നെ ഒരു സൺസ്ക്രീം എടുത്ത് വെച്ചു. പിന്നെ ഒരു പൊട്ട്, പിന്നെ ഹെയർ ക്ലിപ്പ്, ബൺ, ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡെലിവറിക്ക് പോകുമ്പോൾ ചില ഹോസ്പിറ്റലിലൊക്കെ 2 വർഷം പിന്നിട്ടല്ലേ പോകേണ്ടത്. അപ്പോൾ അതിന് വേണ്ട കുഞ്ഞു ബൺ, ഇതൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് സെപ്പറേറ്റ് ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഈ ക്ലോത്ത്സും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ സിബുള്ള കവറുകൾ അതും മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതാകുമ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ. പിന്നെ പാത്രം, സ്പൂൺ, ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എടുത്ത് വെക്കണം. പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റ്സ്, ആധാർ കാർഡ്, അതെല്ലാം കൂടി ഒരു ഫയലിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഹോസ്പിറ്റൽ ബാഗിനായിട്ട് പാക്ക് ചെയ്തത്. ഇതെല്ലാം സെപ്പറേറ്റ് കവറിലാക്കി നമുക്ക് ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം. ഞാൻ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പാക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി കുറച്ചുകൂടി നമ്മുടെ മെഡിസിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അത് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഇപ്പോഴും എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്തൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ മുന്നേ ഇതുപോലെ ഒരു ലിസ്റ്റൊക്കെ ചെയ്ത് തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതാകുമ്പോൾ നമ്മൾ ബാഗിൽ എന്തൊക്കെയാണ് പാക്ക് ചെയ്തതെന്ന് നോക്കി നമുക്ക് ടിക്ക് ചെയ്ത് നമുക്ക് ഒന്നും വിട്ടു പോകത്തില്ല. അപ്പോൾ ഞാൻ ഇതിൽ പാക്ക് ചെയ്തതിൽ ഇനി കുറച്ച് സാധനങ്ങൾ കൂടെ എടുത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് എടുത്ത് വെക്കാമെന്ന രീതിയിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അതായത് ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, ഓയിൽ, അതൊക്കെ എടുത്ത് വെക്കണം. പിന്നെ ഇപ്പോൾ ജനറലായിട്ട് നമുക്ക് വേണ്ട ഫ്ലാസ്ക്, കപ്പ്, ബക്കറ്റ്, ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ലാസ്റ്റ് പോകാൻ നേരത്തെ എടുത്തുകൊണ്ട് പോകണം. അതും ബാഗിൽ പാക്ക് ചെയ്യണ്ടല്ലോ. പിന്നെ ഒരു ബോട്ടിൽ, ഗ്ലാസ്, പിന്നെ ഒരു കത്തി, ചോറ്റുപാത്രം, കുറച്ച് ന്യൂസ് പേപ്പർ, എക്സ്ട്രാ കവർ, സിസേഴ്സ്, ഇതെല്ലാം കൂടി എടുത്ത് വെക്കണം. ഇതൊക്കെ ലാസ്റ്റ് എടുത്ത് വെക്കാമെന്ന കരുതിയാണ് ഞാൻ ഇപ്പോൾ എടുത്ത് വെക്കാത്തത്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് ഇങ്ങനെ എടുത്ത് വെക്കാം. അപ്പോൾ ഇങ്ങനൊരു ലിസ്റ്റ് തയ്യാറാക്കിയ
നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ എടുത്തു വെച്ചതിൽ കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും ബാഗിൽ ഉൾപ്പെടുത്തണമെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഞാൻ എൻ്റെ ഒരു ഊഹത്തിനനുസരിച്ച് ഞാൻ കണ്ട വീഡിയോസൊക്കെ വെച്ചാണ് റെഫർ ചെയ്താണ് ഞാൻ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചത്. പിന്നെ ഫീഡിങ് പില്ലോയും അതുപോലെ ബ്രസ്റ്റ് പമ്പും മേടിക്കണോ വേണ്ടേ എന്നുള്ള ഡൗട്ടിലാണ് ഞാൻ. വളരെ അത്യാവശ്യമാണോ, എങ്ങനെയാണ് അതിൻ്റെ യൂസ് എന്നാർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ, ആരെങ്കിലും ഒന്ന് കമൻറ്റിൽ കൂടി പറഞ്ഞു തരണേ. നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണോ, അതെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണോ, എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.